ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രം. ഈ ദേവാലയത്തില് ഡിസംബർ 8-ാം തീയതി നടക്കുന്ന മാതാവിന്റെ തിരുനാളിനും വളരെ പ്രാധാന്യമുണ്ട്. ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന ഒരു തിരുനാൾ കൂടിയാണിത്. ഈ തിരുനാളിന്റെ പ്രത്യേകതകളും ഒപ്പം ഈ ദേവാലയത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ചേരുന്നത് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജേക്കബ് വാരിക്കാട്ടച്ചനാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഒരുപാട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രം ദേവാലയം. ഈ ദേവാലയത്തെ കുറിച്ചും മാതാവിന്റെ തിരുനാളിനെ കുറിച്ചും ഒന്ന് പറഞ്ഞുതരാമോ? ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ആരംഭം ഉണ്ടാകുന്നതിൻ്റെ ചരിത്ര സാഹചര്യം മാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസസ്ഥമായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ 50-ാം വാർഷികം. പ്രഖ്യാപനമുണ്ടായത് 1854 അതിൻ്റെ സുവർണ ജൂബിലി 1904 ആഘോഷിക്കുന്ന സാഹചര്യം സാർവത്രിക സഭയിലുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിൽ നിന്നും കർമ്മലീത്ത സഭയിലെ എസ്തപ്പാനോസ് അച്ചൻ 3 മാതാവിൻ്റെ തിരുസ്വരൂപങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതിലൊന്ന് ചെത്തിപ്പുഴ ആശ്രമത്തിലും തുടർന്ന് കത്തീഡ്രൽ പള്ളിയിലും സ്ഥാപിച്ചു. ഈ ഒരു തിരുസ്വരൂപം അമലോത്ഭവ മാതാവിൻ്റെ സ്മരണയ്ക്കായിട്ട്, ആ ജൂബിലി സ്മരണയ്ക്കായിട്ട് പ്രത്യേകമായ വിധത്തിൽ ഒരു കപ്പേള സ്ഥാപിച്ച് അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആഗ്രഹിക്കുകയുണ്ടായി. മാർമാക്കിയിൽ പിതാവിൻ്റെ കാലഘട്ടമായിരുന്നു അത്. മോൺസിഞ്ഞോർ സിറിയ കണ്ടങ്കരി ആയതിന് പ്രത്യേകമായ താല്പര്യമെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ ദേവാലയം ഇരിക്കുന്ന പാറയിൽ പ്രദേശത്ത് കപ്പേള പണിയുവാനായിട്ട് ക്രമീകരണങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ 1904 ഇതിന് ഏതാണ്ട് പ്രാരംഭം കുറിച്ചു എന്ന് പറയാം. എങ്കിലും കപ്പേള അതിൻ്റെ നിർമ്മാണം 1907 പൂർത്തീകരിക്കപ്പെടുന്നത്. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായിട്ടുള്ള ഈ തിരുസ്വരൂപത്തിൻ്റെ സ്ഥാപനത്തെ തുടർന്ന്, ഈ കപ്പേളയുടെ നിർമ്മാണത്തെ തുടർന്ന് ധാരാളം പേര് പ്രാർത്ഥനയ്ക്കായിട്ട് അമ്മയുടെ സവിധത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. കാലക്രമത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അത് വളർന്നു വരികയുണ്ടായി. ഒട്ടേറെ പേര് രാവും പകലുമില്ലാതെ ഇവിടെ എത്തുകയും പ്രാർത്ഥിക്കുകയും വിവിധങ്ങളായിട്ടുള്ള നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് തന്നെയാണ്. ദേവാലയത്തിലെത്തി മുട്ടുകുത്തി നീന്തി പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ ദേവാലയ നിർമ്മാണം നടക്കുന്നു. പഴയ ദേവാലയം ഉണ്ടായിരുന്ന സമയത്ത് ദേവാലയത്തിന് ചുറ്റും ശിരസ്സിലെ കല്ല് ഒക്കെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലി നടന്നു നീങ്ങുന്നവരും, അതിലുപരി ഇവിടെ പ്രത്യേകിച്ചും കുമ്പസാരിച്ച് പരിശുദ്ധ സ്വീകരിച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ സാന്നിധ്യമെല്ലാം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദേവാലയത്തോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കിണർ, അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അങ്കണത്തിലെ ഈ കിണറിൽ നിന്നും പുറപ്പെടുന്ന നീരുറവ അനേകർക്ക് സൗഖ്യത്തിൻ്റെ വലിയ കൃപ നൽകുന്ന കിണറായിട്ട് എപ്പോഴും പ്രശോഭിക്കുന്നുണ്ട്. ഏറെ പേര് ഈ തീർത്ഥജലം കോരി ഉപയോഗിക്കുകയും അത് അനുഗ്രഹമായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഏറെയാണ്. അങ്ങനെ അനേക ആയിരങ്ങൾക്ക് ആശ്വാസമായിട്ട് ഈ ആലയം നിലകൊള്ളുന്നു. പല സന്ദർഭങ്ങളിലും ദേവാലയം വിസ്തൃതമാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഏതാണ്ട് പൂർത്തീകരണമാണ്. കഴിഞ്ഞ 2015 ഓഗസ്റ്റ് 15 തറക്കല്ലിട്ട് ഏതാണ്ട് 2016 ജൂൺ മാസത്തിൽ നിർമ്മാണം ആരംഭിച്ച ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ദേവാലയം, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണ നാളുകളിലേക്ക് എത്തുന്നു എന്ന് പ്രത്യാശയോടെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ സാധിക്കും. അടുത്ത വർഷം 2025 നവംബർ മാസമാകുമ്പോഴേക്കും ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാൻ ഇടപെടണം എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടി അതിൻ്റെ ശ്രമങ്ങൾ നടത്തുകയാണ്. കൃത്യമായിട്ട് തീയതിയും മറ്റും പ്രഖ്യാപിക്കാൻ ഇപ്പോഴും സാധിക്കാത്ത അവസ്ഥയിലാണ്, എങ്കിലും പ്രത്യാശയോടെ നീങ്ങുകയാണ്.
അച്ഛാ, ഈ വർഷം നമ്മൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കുറേയും കൂടി സന്തോഷത്തിൻ്റെ ഒരു നാളുകളാണ്. കാരണം 2 മെത്രാപ്പൊലിത്തമാരെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, ഒരു കർദിനാളിനെ സിറോ മലബാർ സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂവക്കാട്ട് പിതാവിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പിതാവ് ശുശ്രൂഷ ചെയ്ത അസിസ്റ്റന്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത ഒരു ദേവാലയമാണ് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രം. അപ്പോൾ ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നോക്കി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കൂവക്കാട്ട് പിതാവ് വൈദികനായ ശേഷം 2004 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ശുശ്രൂഷ നിർവഹിച്ചത്. അദ്ദേഹത്തിന് നമ്മുടെ രൂപതയിൽ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ലഭിച്ച ഏക വേദിയാണത്. ഏതാണ്ട് 2 മാസത്തിനടുത്തുള്ള സമയം മാത്രമേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും പാറപ്പള്ളിയോട് പിതാവിന് വലിയ ഒരു ബന്ധമാണുള്ളത്. ഓരോ പ്രാവശ്യവും അവധിക്ക് നാട്ടിലെത്തുമ്പോഴും പിതാവ് ഇവിടെ എത്തി കുർബാന അർപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ വരുന്ന സന്ദർഭങ്ങളെല്ലാം ഇപ്പോൾ ദേവാലയ നിർമ്മാണം നടക്കുന്ന അവസരങ്ങളും പിതാവ് ഇവിടെ വരികയും എല്ലാം കാണുകയും വിലയിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് ഈ അവസരത്തിലേറെ സന്തോഷം പകരുന്നതാണ്. പിതാവിൻ്റെ ഈ കർദിനാൾ പദവിയിലേക്കുള്ള ആ ഒരു ഉയർത്തപ്പെടൽ തീർച്ചയായിട്ടും പാറയിൽ ലഭിക്കും ഒത്തിരി സന്തോഷവും അതോടൊപ്പം പ്രത്യാശയും പകരുന്നതാണ്. ഡിസംബർ 8-ാം തീയതിയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന ഒരു തിരുനാളാണ്. എവിടം വരെയായി ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിലെ ദേവാലയ നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെതായ കുറേ പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും തീർത്ഥാടകർ വന്നു കഴിയുമ്പോൾ അവരെ സ്വീകരിച്ച് പാർക്കിംഗ് സൗകര്യങ്ങളും അതുപോലുള്ള അനുബന്ധ ക്രമീകരണങ്ങളുമൊക്കെ നിർമ്മാണത്തിൽ കാര്യങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും പരിമിതികൾക്കിടയിലും പരമാവധി ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുക. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. തിരുനാളിലെ തിരുക്കർമ്മങ്ങളെല്ലാം വ്യക്തമാക്കുന്ന നോട്ടീസും കാര്യങ്ങളെല്ലാം ഇതിനകം അതിരൂപതയിലെ പരമാവധി ദേവാലയങ്ങളെല്ലാം എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ പോകും. ഈ അനുഗ്രഹീതമായിട്ടുള്ള നാളുകളിൽ ദേവാലയ നിർമ്മാണം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുന്ന ഈ നാളുകളിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ജൂബിലി 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആഘോഷമായിട്ട് കൂടിയാണ് ഈ വർഷത്തെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തെ വീക്ഷിക്കുക. ഈ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചുകൊണ്ട് ഈ തിരുനാൾ ഈ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം സമൃദ്ധമായിട്ട് അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.